മദ്യത്തിന് നയമായി ആരോഗ്യ നയം എവിടെ? ആദ്യം പ്രധാന വാർത്ത. മദ്യനയത്തിൽ VM സുധീറിനെതിരെ കെ ബാബു. ഭരണപക്ഷത്തിരുന്ന് പ്രതിപക്ഷത്തിന്റെ പണിയെടുക്കരുത്. മദ്യനിരോധം നടപ്പാക്കിയത് UDF തീരുമാനമാണെന്ന് VM സുധീരൻ. ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം വേണ്ടെന്ന് ഉമ്മൻചാണ്ടി. സംസ്ഥാനത്തെ വ്യാജമദ്യ കേന്ദ്രമാക്കാൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല. സർക്കാർ നടപ്പാക്കുന്നത് ബാർ നിരോധമെന്ന് ബാർ ഉടമകൾ. മുന്നറിയിപ്പില്ലാതെ ബാറുകൾ പൂട്ടുന്നത് ശരിയല്ലെന്ന് KCBC. ആരോഗ്യ നയരൂപീകരണത്തിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച. വിദഗ്ധ സമിതി നൽകിയ കരട് നയം ആരോഗ്യവകുപ്പ് പൂഴ്ത്തി. നയം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് താൽപര്യമില്ലെന്ന് വിദഗ്ധ സമിതി. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. മഹാരാഷ്ട്ര ഗവർണർ K. ശങ്കരനാരായണൻ രാജിവെച്ചു. രാജി മിസോറാമിലേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച്. ഇനി സജീവ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ശങ്കരനാരായണൻ. ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ മില്ലുകളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നതിൽ വൻ അഴിമതി. ഇടപാടുകൾ ധനകാര്യ വകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ടുകൾ അവഗണിച്ച്. ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് നൂലുകൾ വിൽക്കുന്നത് മില്ലുടമകൾക്ക് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. അഴിമതിക്കാരുടെ പേരുകൾ പറയാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായെന്ന് മുൻ CAGയുടെ വെളിപ്പെടുത്തൽ. പേരുകൾ വെളിപ്പെടുത്താൻ വിനോദ് റായിക്ക് കോൺഗ്രസിന്റെ വെല്ലുവിളി. മൻമോഹൻ സിംഗിനെതിരെയും വിനോദ് റായിയുടെ വിമർശം. നിർണായക തീരുമാനങ്ങളെടുക്കാൻ മടിച്ചത് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയെന്നും ആരോപണം. ആരോഗ്യ നയത്തിന് ദാരുണാന്ത്യം. ആരോഗ്യ നയം രൂപീകരിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തുന്നു. 1.5 വർഷം മുൻപ് വിദഗ്ധ സമിതി നൽകിയ കരട് നയം ആരോഗ്യവകുപ്പ് പൂഴ്ത്തി. നയം രൂപീകരിക്കുന്നതിൽ സർക്കാരിന് താൽപര്യമില്ലെന്നാണ് വിദഗ്ധ സമിതിയുടെ ആരോപണം. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നയം രൂപീകരിക്കുന്നതിനായി 2012 ഒക്ടോബറിലാണ് വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. മുൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ MN ബലരാമൻ നായർ അധ്യക്ഷനായുള്ള സമിതിയിൽ ആരോഗ്യരംഗത്തെ വിവിധ മേഖലകളിൽ പ്രശസ്തരായ മറ്റു 19 പേരെയും സർക്കാർ നോമിനേറ്റ് ചെയ്തിരുന്നു. 6 മാസത്തെ വിശദമായ പഠനങ്ങൾക്ക് ശേഷം 2013 ഫെബ്രുവരിയിൽ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. എന്നാൽ 1.5 വർഷത്തിനപ്പുറം റിപ്പോർട്ടിന്മേൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിയിട്ട് ഉള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റി ഏതാണ്ട് 6-7 മാസം വിശദമായിട്ട് അതിനെപ്പറ്റി പഠിക്കുകയും ചർച്ച ചെയ്യുകയും മീറ്റിങ്ങുകൾ നടത്തുകയും എല്ലാം ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയ ഒരു ഡ്രാഫ്റ്റാണ്. പക്ഷേ അത് പിന്നീട് എവിടെ പോയി? വിദഗ്ധ സമിതിയുടെ കരട് റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ നിരവധി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. മാനസികാരോഗ്യ ചികിത്സ, പാലിയേറ്റീവ് കെയർ, ട്രോമ കെയർ, മാതൃശിശു സംരക്ഷണം, ലബോറട്ടറി സംവിധാനങ്ങൾ എന്നിവ പരിതാപകരമായ അവസ്ഥയിലാണെന്നായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തൽ. ജീവിതശൈലീ രോഗങ്ങൾ കൂടുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ നഴ്സുമാർക്കായി പ്രത്യേക നയം നടപ്പിലാക്കണമെന്നായിരുന്നു സമിതിയുടെ മറ്റൊരു പ്രധാന ശുപാർശ. എന്നാൽ കരടിനുമേൽ സർക്കാർ എത്രത്തോളം നടപടിയെടുത്തുവെന്ന് സമിതി അംഗങ്ങൾക്ക് പോലും നിലവിൽ അറിവില്ല. സഫീറ മഠത്തിലകത്ത്, മീഡിയ വൺ, തിരുവനന്തപുരം. മുൻ ആരോഗ്യമന്ത്രി അഡ്വക്കേറ്റ് P. ശങ്കരൻ, CP സുരേഷ് ബാബു, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നിവർ ന്യൂസ് സ്റ്റുഡിയോയിൽ. ഡോക്ടർ KG രവികുമാർ, ഫാർമസി പ്രൊഫസർ, തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നുണ്ട്. പൊതുജനാരോഗ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ B. ഇക്ബാൽ, മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് P. ശങ്കരൻ, മദ്യത്തിൽ ഒരു നയമായി, പക്ഷേ കരട് സമർപ്പിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നയം പ്രഖ്യാപിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും? സർക്കാരിന് ഒരു നയമുണ്ട്, ഉണ്ടാകണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഒരു സമിതിക്ക് രൂപം നൽകിയത്. ആ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും നടപ്പിൽ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ടുകൾ പൂർണ്ണമായി അംഗീകരിച്ച് നടപ്പിലാക്കാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. അതേ സമയത്ത് ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണമെന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സമഗ്ര പദ്ധതികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പദ്ധതികളുണ്ടാകും, പക്ഷേ ഒരു വിദഗ്ധ സമിതി അംഗം തന്നെ പറയുന്നത് ഒരു നയം രൂപീകരിക്കുന്നതിന് സർക്കാരിന് അത്ര ഇച്ഛാശക്തിയില്ല എന്നാണ്. അതെ, അവർ ശുപാർശ ചെയ്ത കാര്യങ്ങൾ സംസ്ഥാനത്ത് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം ആ റിപ്പോർട്ടിലെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് അംഗീകരിക്കുന്നു എന്നാണ്. അപ്പോൾ 1 by 1 പ്രയോറിറ്റി ബേസിസിലാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, മടങ്ങിയെത്താം. സുരേഷ് ബാബു,
ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ കരട് റിപ്പോർട്ട്, ആരോഗ്യത്തെ സംബന്ധിച്ച കരട് സമിതിയുടെ കരട് റിപ്പോർട്ട് സംബന്ധിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടാകാം. പക്ഷേ വ്യവസായത്തിൻ്റെ കാര്യത്തിലുള്ളതുപോലെ, മദ്യത്തിൻ്റെ കാര്യത്തിലുള്ളതുപോലെ സമഗ്രമായ ഒരു നയം രൂപീകരിക്കുന്നതിൽ നിന്ന് ഈ സർക്കാരിന് മാത്രമല്ല വ്യത്യസ്ത സർക്കാരുകളെ തടയുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നമ്മൾ അസുഖം പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് വളരെ വലിയ തോതിൽ മീഡിയകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് ആരോഗ്യരംഗം. കാലം നമ്മളൊരു 2 ദശാബ്ദം പിന്നോട്ട് പോകുമ്പോൾ പുതിയ തരത്തിലേക്കുള്ള പകർച്ചവ്യാധികൾ കേരളത്തിൽ കടന്നു വരികയാണ്. ജപ്പാനീസ് എൻസെഫലൈറ്റിസ്, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയിട്ടുള്ള സീരീസ് അസുഖങ്ങൾ കടന്നു വരുമ്പോൾ ഫലപ്രദമായി അതിനെ നേരിടുന്നതിനുള്ള ഒരു ഇച്ഛാശക്തി ഈ കാലം അത്രയും ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദത്തോടു കൂടി പറയേണ്ട കാര്യമാണ്. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം, പബ്ലിക് ഹെൽത്ത് സെക്ടറിൽ ഒരു പൊതുജനാരോഗ്യ നിയമം ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്നും കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് കാലത്തുള്ള മലബാർ പബ്ലിക് ഹെൽത്ത് ആക്ട് അല്ലെങ്കിൽ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട്, തെക്കോട്ട് ട്രാവൻകൂർ പബ്ലിക് ഹെൽത്ത് ആക്ടുമാണ് നിലനിൽക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് പകർച്ചവ്യാധികളെ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഗൗരവപൂർവ്വം കാണുന്നതിൽ വന്നിട്ടുള്ള ചില വീഴ്ചകൾ നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യാൻ ഇനി വൈകിക്കൂടാ. ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു ബലരാമൻ കമ്മിറ്റി അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി വെച്ചിട്ടുള്ള ശുപാർശകൾ ഞങ്ങൾ ഒരു വട്ടം ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യം, അതിൻ്റെ ആദ്യ ഭാഗം ഒട്ടേറെ ഡാറ്റാസ് ഉണ്ട്. ഏത് തരത്തിലേക്കുള്ള നയത്തിനാണ് രൂപം കൊടുക്കേണ്ടത് എന്ന ഒരു സംഗതി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെ പറഞ്ഞാലും ഗവൺമെൻറ് വളരെ ഗൗരവപൂർവ്വം ഈ വിഷയം ചർച്ച ചെയ്യുകയും യുദ്ധകലാടിസ്ഥാനത്തിൽ ഒരു നയത്തിന് അത് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, പൊതുജനങ്ങൾ, അവർക്കൊക്കെ സ്പേസ് കൊടുത്തുകൊണ്ട് വിപുലമായിട്ടുള്ള ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി സ്വീകരിച്ചതിന് ശേഷം നടത്തണമെന്നതാണ്. ഡോക്ടർ ബി ഇക്ബാൽ ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ ബി ഇക്ബാൽ, ആരോഗ്യ നയം ഇനിയും രൂപപ്പെടുത്താൻ സാധിക്കാത്തതിന് പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടാകാം. പക്ഷേ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള രാഷ്ട്രീയ പരിസരത്തെയും പൊളിറ്റിക്കൽ എക്കോണമിയെയും ഒക്കെ നിർവചിക്കുന്ന ആ കേരള മോഡലിൻ്റെ ഒരു തകർച്ചയെ കൂടിയാണ് ഇന്ന് കേരളത്തിന് പ്രത്യേകമായ ഒരു ആരോഗ്യ നയം രൂപീകരിക്കുന്നതിൽ സർക്കാരുകൾക്ക് വരുന്ന പാളിച്ചകൾ കൂടി ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു സർക്കാരിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ കഴിയില്ല. മൊത്തം എല്ലാ സർക്കാരുകളും ഇക്കാര്യത്തിൽ കൃത്യവിലോപം കാട്ടി എന്ന് പറയേണ്ടി വരും. എന്തായിരിക്കും, ഞാൻ മുൻപ് ചോദിച്ചതുപോലെ, എന്തായിരിക്കും ഒരു സമഗ്ര ആരോഗ്യ നയം രൂപീകരിക്കുന്നതിൽ നിന്ന് സർക്കാരുകളെ തടയുന്നത്? ആരോഗ്യനയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏറ്റവും രസകരമായ ഒരു കാര്യം, കേരള വികസന മാതൃക എന്ന പേരിൽ ഇന്ന് ലോകത്തെമ്പാടും വിഖ്യാതമായ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട ഘടകം ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളം കൈവരിച്ച നേട്ടങ്ങളാണ്. ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുമാണ് കിടക്കുന്നത്. കാരണം സ്ത്രീ സാക്ഷരത വർദ്ധിക്കുന്ന സമൂഹങ്ങളാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത്. പക്ഷെ ഈ 2 മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും, നമുക്ക് ഒരു സമഗ്രമായ നയം രൂപീകരിക്കാൻ ഇന്നുവരെ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. പക്ഷെ അതേ അവസരത്തിലാകട്ടെ ഈ 2 മേഖലയിലും ഇന്ന് വമ്പിച്ച പ്രശ്നങ്ങളെയും തകർച്ചയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് കേരളം അംഗീകൃത ആരോഗ്യ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളം വളരെ മുമ്പിലാണെങ്കിലും മറ്റ് പല ഘടകങ്ങളും പരിശോധിക്കുമ്പോൾ ഇന്ന് കേരളം ആരോഗ്യ മേഖലയിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പകർച്ചവ്യാധികൾ പലതും തിരിച്ചു വരുന്നു, പുതിയ പകർച്ചവ്യാധികൾ ആവിർഭവിക്കുന്നു, ജീവിത രീതി രോഗങ്ങളിൽ വലിയ വർധനവ് വരുന്നു. അതുപോലെ അതോടൊപ്പം തന്നെ സ്തനാർബുദം പോലുള്ള രോഗങ്ങൾ, ക്യാൻസറുകൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. ആത്മഹത്യ വർദ്ധിച്ചു വരുന്നത് കേരളത്തിന്റെ ദുർബലമായ മാനസികാരോഗ്യത്തെ സൂചിപ്പിക്കുന്നു. പ്രായാധിക്യമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അതേ അവസരത്തില് ദുർബല ജനവിഭാഗങ്ങൾക്ക് ആശ്വാസം പകരേണ്ട സർക്കാർ മേഖല വേണ്ടത്ര വികസിക്കുന്നില്ല. സ്വകാര്യ മേഖലയാകട്ടെ യാതൊരു നിയന്ത്രണവുമില്ലാതെ തഴച്ചു വളരുന്നു. അവിടെ പല അധാർമികമായ പ്രവണതകളും പ്രത്യക്ഷപ്പെടുന്നു. ആരോഗ്യ ചെലവ് കുതിച്ചുയരുന്നു. ഈ ഒരു സാഹചര്യത്തില് ഒരു സമഗ്രമായ ആരോഗ്യ നയം അടിയന്തരമായി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ്. റൈറ്റ്. ഡോക്ടർ ബി ഇക്ബാൽ, മടങ്ങിയെത്താൻ താങ്കളിലേക്ക്. ഡോക്ടർ കെ ജി രവികുമാർ ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ഡോക്ടർ കെ ജി രവികുമാർ, കരട് നൽകിക്കഴിഞ്ഞു, കരട് റിപ്പോർട്ട് നൽകിക്കഴിഞ്ഞു. പക്ഷേ ഒരു നിലപാടെടുക്കാൻ, ഒരു നയം രൂപീകരിക്കാൻ സർക്കാരിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മുൻപ് ഇവിടെ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു നയം രൂപീകരിക്കുന്നതിനുള്ള ദിശാസൂചികകൾ ഈ കരട് റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു എന്ന ആരോപണം ശരിയാണോ? ഇപ്പം കരട് റിപ്പോർട്ടിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി എനിക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതിനകത്ത് 19ഓളം വിദഗ്ധർ അടങ്ങിയിരുന്നായിരുന്നു ആ കമ്മിറ്റി. ഡോക്ടർ ബലരാമൻ നായരായിരുന്നു അതിൻ്റെ ചെയർമാന്.
SITയിലെ ഡോക്ടർ രാജ്മോഹൻ അതിൻ്റെ കൺവീനറുമായിട്ടിരുന്ന കമ്മിറ്റിയായിരുന്നു. പല പ്രാവശ്യം ഏതാണ്ട് ഒരു 2 ആഴ്ചയിൽ ഒരിക്കൽ വീതം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മിറ്റി കൂടുകയും ഇതിൻ്റെ ഓരോ വശങ്ങളെപ്പറ്റിയും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയും അതിനുശേഷം പല ഡിബേറ്റുകളും ചർച്ചകളും പല രീതിയിലും നടത്തിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ ഔഷധ മേഖലയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളെപ്പറ്റിയാണ് പഠിച്ചതെങ്കിൽ ഫാർമസി കൗൺസിലിലും ഫാർമസി രംഗത്തുള്ള വിദഗ്ധരുമായിട്ടൊക്കെ ഞാൻ തന്നെ മുൻകൈയെടുത്ത് പല പ്രാവശ്യം ചർച്ചകൾ നടത്തുകയും അങ്ങനെ ഒരു അഭിപ്രായം സ്വരൂപിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതുതന്നെയാണ് മിക്കവാറും എല്ലാ മേഖലകളിലും ഇത്രയും വിശദമായിട്ട് ഇത്രയും വിശാലമായിട്ട് ഇത്രയും ആ പ്രശ്നങ്ങളുടെ ആഴത്തിലേക്ക് കടന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് ഒരു സ്റ്റേറ്റിലും ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്രയും വിശദമായിട്ടുള്ള ഒരു പോളിസി ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ പരിമിതികൾ കാണും, ഇല്ലെന്നൊന്നും പറയാനൊക്കത്തില്ല. പ്രത്യേകിച്ചും ഒരു റോൾ മോഡൽ ഇല്ലാത്ത ഒരു രീതിയിൽ ആരോഗ്യ പോളിസിക്കകത്തെ ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ആയുർവേദം, ഹോമിയോപ്പതി, ഡെൻ്റൽ സയൻസസ്, നേഴ്സിങ്, ഔഷധ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദമായിട്ട് അത്ര വലിയൊരു കമ്മിറ്റി തന്നെയായിരുന്നു. ആ കമ്മിറ്റി വളരെ കൂലങ്കഷമായിട്ട് ഇതെല്ലാം പഠിക്കുകയും പല പ്രാവശ്യം അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 1 വർഷമായിട്ട് അതിനെപ്പറ്റി ഒന്നും കേൾക്കാനില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്തരൊരു പോളിസി ഉണ്ടാകുകയായിരുന്നു. ഇതൊരു ഡ്രാഫ്റ്റ് പോളിസി തന്നെയാണ് ആ കമ്മിറ്റി കൊടുത്തതെന്നാണ് അതിൽ എനിക്ക് മനസ്സിലാകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയേണ്ടത് ഡോക്ടർ ബലരാമൻ നായരെ പോലുള്ളവരോ അല്ലെങ്കിൽ ഡോക്ടർ രാജ്മോഹനോ ഒക്കെ ആയിരിക്കണം. അതിനകത്ത് ഒത്തിരി വിദഗ്ധരുണ്ടായിരുന്നു എല്ലാ രംഗങ്ങളിലും. പക്ഷേ ഇത്തരം ഒരു കമ്മിറ്റി മടങ്ങിയെത്താം. പി ശങ്കരൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നയം രൂപീകരിച്ചില്ല എന്നുള്ളത് ഇപ്പോഴത്തെ UDF സർക്കാരിനെ സംബന്ധിച്ച് ഒരു വലിയ കുറ്റമാകുന്നില്ല. കാരണം ഒരു നയം കേരളത്തിന് എന്നേ ആവശ്യമായിരുന്നു. മാത്രമല്ല 80കൾക്ക് ശേഷം കേരളത്തിലുണ്ടായ ഒരു വലിയ മാറ്റം പൊതുജനാരോഗ്യം എന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് സ്വകാര്യ ആശുപത്രികളിലേക്ക് വന്നിരിക്കുന്നു. ഈ നയത്തിലെ പ്രധാന ഒരു അപാകതയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് തന്നെ സ്വകാര്യ ആശുപത്രികളിലെ രോഗാതുരതയെ സംബന്ധിച്ച കൃത്യമായ വിലയിരുത്തലുകൾ കരടിൽ ഇല്ല എന്നുള്ളതും സ്വകാര്യ ആശുപത്രികളെ പൊതുജനാരോഗ്യവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം, അതിലെ കച്ചവട താല്പര്യങ്ങളെ എങ്ങനെ ചെറുക്കാം എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകൾ അതിലില്ല എന്നതുമാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ ഒരു നയം രൂപീകരിക്കാൻ സർക്കാരിന് തടസ്സമാവുന്നത്? ഈ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് ആരോഗ്യരംഗത്ത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കുറവായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ 1990 മുതൽ 2002 വരെ ഉള്ള കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പോഴും 2010 ശേഷം ഈ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ മികവും അതുപോലെ തന്നെ നേട്ടങ്ങളും കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടുതൽ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിതമായ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ, എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, അതുപോലെ തന്നെ ക്യാൻസർ സെൻറ്റേഴ്സ് ഒക്കെ ആരംഭിക്കാനുള്ള ശ്രമം ഗവൺമെൻറ് ആരംഭിച്ച് അത് നടന്നു വരികയാണ്. ഇപ്പോൾ നേരത്തെ 5 മെഡിക്കൽ കോളേജുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ അടക്കം ഒരുപാട് മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ട്. നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ആരോഗ്യരംഗത്ത് വളരെ മുന്നിലാണ്. കേരളത്തിൻ്റെ ഹെൽത്ത് ഇൻഡെക്സും അമേരിക്കയുടെ ഹെൽത്ത് ഇൻഡെക്സും തുല്യമാണ്. ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളെ കുറച്ച് കാണാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മാത്രം നേട്ടമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ഗവൺമെൻറ്റുകളും അവരുടേതായ രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ മികച്ച പ്രവർത്തനം നടത്താൻ UDF ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. നയരൂപീകരണം നടന്നു, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പല രംഗത്തും ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ് ഓരോന്നും നടപ്പിലാക്കുന്നത്. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് അഡ്വക്കേറ്റ് ശങ്കരൻ, ഒരു പ്രശ്നം, ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം ആരോഗ്യ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ചും 5 വർഷം കൂടുമ്പോൾ സർക്കാരുകൾ മാറി മാറി വരുന്ന സാഹചര്യത്തിൽ ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ ഉദാഹരണത്തിന് പഞ്ചവത്സര പദ്ധതികളിൽ പോലും അതനുസരിച്ചുള്ള പദ്ധതികളിൽ കേരളത്തിൻ്റെ ആരോഗ്യ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെങ്കിൽ ഒരു നയം ആവശ്യമല്ലേ? അതെ, നാഷണൽ പ്രോഗ്രാം ഉണ്ട്. അത് നമുക്കൊക്കെ അറിയാം. കാർഡിയോവാസ്കുലർ ഡിസീസസും അതുപോലെ ഡയബറ്റീസും ക്യാൻസറും സ്ട്രോക്കും ഒക്കെ തടയുന്നതിനുള്ള നാഷണൽ പ്രോഗ്രാമുണ്ട്. ആ നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അമൃതം ആരോഗ്യം എന്ന ഒരു പദ്ധതി നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിന് വ്യക്തമായൊരു നയമില്ല എന്ന് പറയുന്നത് ശരിയല്ല.